പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ലോൺ ഒക്കെ ഓൺലൈനായിട്ട് എടുത്തുകൊണ്ട് പെട്ട് കിടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിരവധി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ കൊടുക്കുന്ന ഒട്ടനവധി ആപ്ലിക്കേഷൻസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും iOS-ലും ഇന്റർനെറ്റിലും ക്രോമിലും ഒക്കെ നിരവധി ആപ്ലിക്കേഷൻസ് ലഭ്യമാണ്. ഇതിൽ ഏതൊക്കെയാണ് നല്ല ആപ്ലിക്കേഷൻസ്, ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് വിശ്വസ്തയോടെ ലോൺ എടുക്കാൻ വേണ്ടി സാധിക്കുക, അത് എങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആണ്, അതിന്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, എടുക്കാൻ പാടില്ലാത്ത ലോൺ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെ ഒരു ചതിക്കുയിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇനി ചതിക്കുയിൽ വീണ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ഒന്നാമതായിട്ട് നമുക്കറിയാം, ഇന്ന് നിലവിൽ നിരവധി ആപ്ലിക്കേഷൻസ് ലോണിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ്. അതിൽ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും നോർത്ത് ഇന്ത്യയിലെ കുറെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു സ്കാം മാഫിയകളാണ്. അതുപോലെ നിരവധി ചൈനീസ് ആപ്പുകളും ഉണ്ട്. അതൊക്കെ ഇന്ത്യയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും നിരവധി ആപ്ലിക്കേഷൻ ചൈനയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അതുപോലെ അതിന്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ചൈനയിലെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, പെട്ടെന്ന് ലോൺ തരാം എന്ന് പറഞ്ഞ് 500 രൂപ മുതൽ 30,000 40,000 രൂപ വരെയൊക്കെയാണ് ഇവർ മാക്സിമം ലോൺ കൊടുക്കുന്നത്. അതിൽ തന്നെ മിക്ക ലോൺ ആപ്ലിക്കേഷൻസും ഒരു വലിയൊരു എമൗണ്ട്, ഒരു 40,000 മുകളിലൊന്നും കൊടുക്കാറില്ല. ഏറ്റവും കുറഞ്ഞത് 10,000 താഴെയുള്ള എമൗണ്ട് ആണ് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടിപ്പോയാൽ ഒരു 10,000 രൂപയ്ക്ക് താഴെ, അതായത് ഒരു 5,000 രൂപ 4,000 രൂപ 3,000 2,000 രൂപയൊക്കെയാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്കിപ്പോ ഒരു ലോൺ ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്റെ കാര്യം എടുക്കുക. എനിക്ക് ഒരു ലോൺ ആവശ്യമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഗൂഗിൾ ക്രോമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ, അതുപോലെ വെബ് ക്രോമുകളിലും ഗൂഗിളിലും ഒക്കെ നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, അതിനൊക്കെ നമുക്ക് വരുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ പരസ്യങ്ങളായിരിക്കും നമ്മൾ മിക്കവാറും കാണാറ്. അതും അങ്ങനെയുള്ള പരസ്യങ്ങളോ നമ്മെ വളരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളായിരിക്കും. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തു പോകും, അതിൽ അപ്ലൈ ചെയ്തും പോകും. ഇന്ന് നിലവിൽ 700-800-ലധികം ആപ്ലിക്കേഷൻസുകൾ ഇന്ത്യ ബാൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പല ആപ്ലിക്കേഷൻസും ഈ ഒരു ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ഈ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ ബാൻ ചെയ്ത ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യും, അത് തൽക്കാലത്തേക്ക് അവിടെ ബാൻ ചെയ്യും. എന്നിട്ട് അതിനുശേഷം അവർ പുതിയൊരു ആപ്ലിക്കേഷൻ ഇറക്കും. ആ ആപ്ലിക്കേഷന്റെ പേര് ജസ്റ്റ് ഒന്ന് മാറുന്നേ ഉള്ളൂ. ആ ഒരു ആപ്ലിക്കേഷന്റെ പ്രൊസീജിയറും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അത് തന്നെയായിരിക്കും. അതിന്റെ ലെൻഡേഴ്സും അതിന്റെ ഓണേഴ്സും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷെ തൽക്കാലം ഗവൺമെന്റിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ തൽക്കാലം ആ ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്യുന്ന മാതിരി ആക്ട് ചെയ്ത് അതേ ആപ്ലിക്കേഷൻ തന്നെ നിലവിൽ വീണ്ടും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മാർക്കറ്റിലേക്ക്. ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ചോദിക്കുന്നത്, നമ്മുടെ പെർമിഷൻസുകൾ ചോദിക്കുന്നു. ആ പെർമിഷനുകൾ എങ്ങനെയുള്ള പെർമിഷൻസ് ആണ്? നേരെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും അതുപോലെയുള്ള ഗാലറിയിലെ ഫോട്ടോസ്, ഇമേജസ്, അതുപോലെയുള്ള മറ്റ് ഡാറ്റാസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫുള്ളി ഒരു പെർമിഷൻസ് ആണ് ഇവർ ചോദിക്കുന്നത്. ഈ ഒരു പെർമിഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കാരണം നമുക്ക് ലോൺ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് അവരുടെ പെർമിഷൻസും കാര്യങ്ങളും ഒക്കെ ടിക്ക് ചെയ്ത് പോകും. എന്നിട്ട് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, ആധാർ കാർഡ് ഡീറ്റെയിൽസ്, മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്യും, 500 രൂപ 1000 2000 3000 രൂപ പോലുള്ള ചെറിയ എമൗണ്ടുകൾ നമുക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ലോണായിട്ട് പ്രൊവൈഡ് ചെയ്ത് അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ പെർമിഷൻസ് കൊടുത്തതിന്റെ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള ഡാറ്റാസ്, ഫോട്ടോസ്, കോണ്ടാക്ട്, നമ്മൾ എന്തൊക്കെ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നു, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഈ പക്ക ഡീറ്റെയിൽസ് മൊത്തം അവരുടെ കയ്യിൽ കിട്ടിയിരിക്കും. ഓക്കെ, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അവർ ലോൺ പ്രൊവൈഡ് ചെയ്ത് തരുന്നു. നമ്മൾ ആ ലോൺ കറക്റ്റായിട്ട് അടക്കും. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടച്ചു തീർത്തിനാലും അവരുടെ ഭാഗത്ത് നിന്ന് ഭീഷണി. ഇങ്ങനെ ദിവസേന നമ്മൾ നിരവധി ന്യൂസുകൾ കാണുന്നതാണ്. ലോൺ അടച്ച് ക്ലിയർ ആക്കിയിട്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ നിരവധി ന്യൂസുകളിൽ കാണുന്നതാണ്. അതിനുശേഷം ഇവർ എന്ത് ചെയ്യും, നമ്മെ അറിയുന്നവർക്ക് നമ്മുടെ ഫോണിൽ കോമൺ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. ഒന്നിക്കൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഉപ്പ, ഉമ്മ, അല്ലെങ്കിൽ വൈഫ്, മൈ ലവ്, പലരും പല രീതിയിലായിരിക്കും നെയിമുകളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ചിലർ അച്ഛനെന്നും, അല്ലെങ്കിൽ അപ്പ എന്നും, അല്ലെങ്കിൽ മൈ ഫാദർ, അല്ലെങ്കിൽ മൈ ഡാഡ്, ഇതുപോലുള്ള പല പേരിലുമായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുക. ഇതുപോലുള്ള കോമൺ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറുകളൊക്കെ ഇവർ എടുത്തു വെച്ചിരിക്കും. ആ ഒരു നമ്പറിലൊക്കെ ഇവർ പിന്നീട് അവരുടെ വാട്സപ്പിലേക്കോ ഇൻസ്റ്റഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കൊക്കെ പല മെസ്സേജുകളും അയക്കുകയാണ് പതിവ്. ഇന്നയാള് ഇതുപോലൊരു സൈബർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു മെസ്സേജും കാര്യങ്ങളും ഒക്കെ കാണുക. ഇനി കുറച്ചുകൂടി തരം താഴ്ന്ന ആപ്പുകൾ എന്തൊക്കെ ചെയ്യും, നിങ്ങളുടെ നഗ്നമായ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് മോർഫ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളുടെ വീഡിയോ കാര്യമോ ഒന്നും തന്നെ ആയിരിക്കില്ല. നേക്ഡ് ആയിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളും എടുത്ത് ഇതുപോലുള്ള നിങ്ങളുടെ കോമൺ ആയിട്ട് സേവ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കും. ഇവിടെ ഒന്നാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആരും ഭയപ്പെടരുത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് കൂളായിട്ട് എടുക്കുക. ഇവർ മാക്സിമം 1000-ഓ 2000-ഓ 5000 രൂപയൊക്കെയാണ് ലോൺ തരിക. ഈ ഒരു 1000-നോ 2000-നോ 10,000-നോ ഒന്നും വേണ്ടി ഇവരെന്തായാലും നമ്മുടെ വീട്ടിലേക്കൊന്നും വരാൻ പോകുന്നില്ല.
കാരണം ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ആസ്ഥാനമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പല ചൈനീസ് ആപ്പുകളോ ഒക്കെ ആയിരിക്കും. ഈ ഒരു 10,000 രൂപയ്ക്ക് 5,000 രൂപയ്ക്കൊന്നും ഇവർ ഒരിക്കലും നമ്മുടെ വീടുകളിൽ വന്ന് ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പൈസ ഒന്നും വാങ്ങിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു എമൗണ്ട് അവർക്ക് നിങ്ങളൊരു EMI അടച്ചു, അടച്ചതിന് ശേഷവും നിങ്ങൾ അത് അടച്ചില്ല എന്ന് പറഞ്ഞ് ഭീഷണി വരുന്നുണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മോർഫ് ചെയ്ത ഫോട്ടോകളുടെ കാര്യങ്ങളും എന്തെങ്കിലും വെച്ച് ഭീഷണി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരുടെ ഫോണിലും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ബ്ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവരൊക്കെ RBIയുടെ സൈറ്റിൽ NBFC ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന പേരിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇവർക്കൊന്ന് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഈ ഒരു പെർമിഷൻസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നില്ല. ഇവർക്ക് ജസ്റ്റ് ഒരു മണി ലെൻഡേഴ്സ് ആപ്പ് എന്ന നിലയിലാണ് ജസ്റ്റ് ഈ ഒരു RBIയുടെ NBFC ലിസ്റ്റിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലീഗലി വേറൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുപോലെ ഇവർക്ക് ഫിസിക്കലി നമ്മുടെ വീട്ടിലേക്ക് ഗുണ്ടകളെ അയച്ച് ചെയ്യാം, അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലുള്ള എന്തെങ്കിലും ഒരു മെസ്സേജോ കാര്യമോ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ കൂടുതൽ വെപ്രാളത്തിലായി നമ്മൾ അവർക്ക് റീപ്ലൈ കൊടുക്കുക, അയ്യോ ചേട്ടാ അങ്ങനെ ഒന്നും ചെയ്യല്ലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് റീപ്ലൈ കൊടുക്കുമ്പോഴാണ് അവർ നമ്മുടെ പിറകെ പിന്നെയും വരിക. അവർ വീണ്ടും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അവർ ഏതൊക്കെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു ആ നമ്പറുകളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള യാതൊരു പ്രശ്നമോ കാര്യമോ ഒന്നും തന്നെ വരില്ല. ഇനി അതല്ല, രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. പക്ഷെ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കംപ്ലൈന്റ് കൊടുത്തിനാൽ ഇന്ന് ഞാൻ കണ്ടൊരു ന്യൂസാണ്. ഈ ഒരു ന്യൂസ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. കേസ് രജിസ്റ്റർ ചെയ്യാറില്ല. മൊബൈൽ ആപ്പ് വായ്പാ തട്ടിപ്പുകളിൽ കുറഞ്ഞ പണം നഷ്ടമായ സംഭവങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യാറില്ല. പരാതി സ്വീകരിച്ച് അന്വേഷിക്കും. വായ്പ എടുത്തവർ തിരിച്ചടവിന് ആദ്യം പണം അയക്കുന്നതിനു വായ്പ നൽകിയവരുടെ അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കില്ല. ഇത്തരത്തിൽ വായ്പ എടുത്ത മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കാനാവും ആവശ്യപ്പെടുക. അവിടെ നിന്ന് വേറെ ഒരാളുടെ അക്കൗണ്ടിലേക്ക്, അങ്ങനെ 10ലേറെ പണം കൈമാറി അവസാനമാകും തട്ടിപ്പ് സംഘങ്ങളുടെ അക്കൗണ്ടിലെത്തുക. അന്വേഷണം വന്നാൽ സംഘത്തിലേക്ക് എത്താതിരിക്കാനാണ് ഈ വിദ്യ. അതിനു പുറമെ ആദ്യം പണം നഷ്ടപ്പെട്ടയാൾക്ക് ചിലപ്പോൾ രണ്ടാമത്തെയാൾ നാണക്കേട് ഭയന്ന് പണം നൽകും. ഇതോടെ പരാതി ഒത്തുതീർപ്പാകും. 10,000 രൂപയിൽ താഴെയായതിനാൽ പലരും പരാതിയുമായി മുന്നോട്ട് പോകാറുമില്ല. അതേസമയം 50,000 രൂപയിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടവരുടെ കേസ് രജിസ്റ്റർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ മാക്സിമം ഇതുപോലുള്ള നമുക്ക് സേഫ് ആയിട്ടില്ല എന്ന് തോന്നുന്ന നമ്മുടെ ഗതികേടിനെ കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ലോണൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഒരു എക്സ്ട്രാ ഇമെയിൽ ഉപയോഗിക്കുക. ജസ്റ്റ് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെറും 2 മിനിറ്റ് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തതോ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരുടെ ഫോണിലാണ് ഏറ്റവും കുറവ് ഡാറ്റാസ് ഉള്ളത്, നിങ്ങളുടെ ആ ഒരു ഫോണിലെ ഡാറ്റാസും കാര്യങ്ങളും ഒക്കെ ചോർന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരുടെ ഫോണാണ്, ആ ഒരു ഫോണിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മൾ ആ ഒരു ലോൺ അടച്ചിട്ടില്ലെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഇതുപോലുള്ള ലോൺ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗതികേടിനെ അവർ പറ്റിക്കുകയാണ്, നമ്മുടെ ഗതികേടിനെ മുതലെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യമായിരിക്കും, അപ്പോൾ നല്ല ആപ്ലിക്കേഷൻസ് ഒന്നുമില്ലേ, ലോൺ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ആപ്ലിക്കേഷൻസ് ഒന്നും ഇന്ന് നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ ഒന്നും ലഭ്യമല്ലേ? ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ, അതിലൊക്കെ ലോണിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു, അതുപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന, എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഒരു 6 ആപ്ലിക്കേഷൻസ് ഞാൻ ഇവിടെ പറയാം. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഒരു 6 ആപ്ലിക്കേഷൻസും ഇതുവരെ ഇങ്ങനെയുള്ള യാതൊരു പ്രവൃത്തിയും, എങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ മോർഫിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭീഷണിപ്പെടുത്തലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാത്ത 6 ആപ്ലിക്കേഷൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ബാങ്ക് ബസാർ ആണ്. ബാങ്ക് ബസാർ നല്ല അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ മണി വ്യൂ, ക്രെഡിറ്റ് ബി, ട്രൂ ബാലൻസ്, റിംഗ് ബൈ കിസ്ത്, ബ്രാഞ്ച് ആപ്പ്, ഇത്രയും ആപ്ലിക്കേഷൻസ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഞാൻ പലർക്കും ലോൺ എടുത്തു കൊടുത്തിട്ടുള്ള, ഇപ്പോൾ നിലവിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നടന്നു പോകുന്ന കുറച്ച് ലോൺ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിന്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്കറിയാലോ, ഒരു ലോണിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ്, നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ ഇനിയിപ്പോൾ ബാങ്കിൽ പോയിട്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, അതിനുശേഷം നമ്മുടെ കുറച്ച് പാൻ കാർഡ്, ആധാർ കാർഡ് പോലുള്ള കുറച്ച് ഡോക്യുമെന്റ്സ്, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സാലറി സ്ലിപ്പോ ഇൻകം പ്രൂഫോ അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്താണ്, ആ കാര്യങ്ങൾ അതിനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസ് വീഡിയോ KYC അല്ലെങ്കിൽ സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറയും. അതുകൊണ്ടൊന്നും യാതൊന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊസീജിയറാണ്.
ഈ ഒരു വീഡിയോ കേവൈസി അല്ലെങ്കിൽ ഫോട്ടോ കാര്യങ്ങളും ഒക്കെ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കുന്നതുകൊണ്ടോ വേറെ യാതൊരു പ്രശ്നമോ കാര്യമോ ഒന്നും തന്നെയില്ല. ഇനിയും മണി റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഈ ഒരു ചാനലിൽ വരുന്നുണ്ട്. ഈ വീഡിയോക്ക് ഇപ്പോഴേ ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.